Hi guys, welcome back to another video from my YouTube channel. It's me Shawn with you. So guys, ഇന്ന് പ്രത്യേകിച്ച് ഒരു മെയിൻ വീഡിയോ ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു സൈക്കിൾ റൈഡായിട്ട് ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, അതായത് ആലപ്പുഴ റൂട്ട് ഭയങ്കര ഇപ്പം തീരെ മോശമായിട്ടിരിക്കുക, പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക ആലപ്പുഴ റൂട്ടിൽ. അപ്പം അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പഴയ പോലെ സ്മൂത്തായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സൈക്കിൾ റൈഡിന് ഭയങ്കര ബെസ്റ്റ് ടൈപ്പ്. സോ ഗൈസ്, അങ്ങനെ പ്രസൻ്റ്ലി ഞങ്ങൾ സൈക്കിൾ ചവിട്ടി ഞങ്ങൾ സ്ട്രെയിറ്റ് നെടുമുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇപ്പം എത്തിയേക്കുവാണ്. ജസ്റ്റ് ഇനി അങ്ങോട്ടുള്ള ദൂരം നമുക്ക് പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ തീരെ ക്ഷീണിച്ചു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചുമ്മാ സൈക്കിൾ ചവിട്ടാൻ ഇറങ്ങിയത്. പ്രത്യേകിച്ച് ഇന്നൊരു ഹോളിഡേയാണ്, അറ്റ് ദ സെയിം ടൈം ഇന്നൊരു ചെറിയ ലോക്ക്ഡൗണും കൂടെയാണ്, ഒരു സെമി ലോക്ക്ഡൗൺ. അപ്പം അത് കാരണം അധികം വണ്ടികളൊന്നും റോഡിലില്ല. അതുകൊണ്ട് കോൺഫിഡൻ്റായിട്ട് ഞങ്ങൾ സൈക്കിളിലൊന്ന് ഇവിടം വരെ വന്നത്. ചങ്ങനാശ്ശേരി കഴിഞ്ഞ് സ്ട്രെയിറ്റ് ആലപ്പുഴ റൂട്ടാണ് ഞങ്ങളിപ്പം പ്രസൻ്റ്ലി നിൽക്കുന്നത്. അപ്പം നെടുമുടി എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തീരെ വയ്യ. ഞങ്ങളെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഞങ്ങളാകെ ക്ഷീണിച്ചിരിക്കുക. ഇതാ ഞങ്ങളുടെ സൈക്കിള്, 2 സൈക്കിളുണ്ട്. അപ്പം ഇതാ എൻ്റെ സൈക്കിള്, പിന്നെ അതാ എൻ്റെ അനിയൻ്റെ സൈക്കിള്. അപ്പം ഞങ്ങൾ ശരിക്കും ജസ്റ്റ് ഒരു സൈക്കിൾ റൈഡിന് വേണ്ടി ഒന്ന് ചുമ്മാ ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് പിന്നെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സൈക്കിൾ റൈഡിന് ഇറങ്ങാമെന്ന് ഇങ്ങനെ വെച്ചു. ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. ഇന്നത്തെ ലോക്ക്ഡൗൺ കാരണം പോകാൻ പ്ലാൻ ചെയ്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ക്ലോസ്ഡാണ്. അപ്പം ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ഡിസിഷൻ എടുത്തു, ഒരു ചെറിയൊരു സൈക്കിൾ റൈഡായിട്ട് ഇറങ്ങാനുള്ളൊരു ഡിസിഷൻ എടുത്തു. അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അധികം ദൂരം ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നേരെ സ്ട്രെയിറ്റ് തിരിച്ചു പോകാനിരിക്കുക. ഇപ്പം ഞങ്ങൾ പ്രസൻ്റ്ലി നെടുമുടി റൂട്ടിലായിരിക്കുന്നത്. അപ്പം ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം, എങ്ങനെയാണ് അവസ്ഥകളൊക്കെ. പണ്ടത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആലപ്പുഴ റൂട്ടല്ല, ഇപ്പം കണ്ടമാനം എല്ലാം പണിയൊക്കെ നടക്കുക. റോഡൊക്കെ പണ്ട് നല്ല സ്മൂത്തായിരിക്കുന്ന റോഡായിരുന്നു, ഇപ്പോൾ എല്ലാം കുത്തിപ്പൊളിച്ച് ആകെ ഒരു അവസ്ഥയാണ്. അറ്റ് ദ സെയിം ടൈം കുറച്ച് വണ്ടികളേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ട് സൈക്കിൾ റൈഡിനൊരു സേഫായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സൈക്കിൾ റൈഡായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. കുറേ ചവിട്ടി കഴിഞ്ഞപ്പോൾ തീരെ വയ്യ. അപ്പോൾ അതുകൊണ്ട് മെയിൻ റോഡിൻ്റെ സൈഡിലിരുന്ന് കുറച്ച് നേരം കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കുക. ഇതാ ഇവിടുത്തെ കായലൊക്കെ. പിന്നെ സൈക്കിൾ റൈഡിങ് ശരിക്കും ഭയങ്കര ടഫാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെയൊക്കെ കാറയിലായിരുന്നു ഈ റൂട്ടിൽ കൂടെ പോയത്. ഫസ്റ്റ് ടൈമാണ് സൈക്കിൾ റൈഡായിട്ട് ഈ റൂട്ട് ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സൈക്കിൾ ചവിട്ടിയപ്പോൾ ഇങ്ങോട്ട് ഉള്ള റൂട്ടിൻ്റെ ആ ഒരു ഡിസ്റ്റൻസും ആ ഒരു ബുദ്ധിമുട്ടും അറിയാൻ സാധിച്ചത്. എന്തായാലും ഞങ്ങൾ ഇനിയും തിരിച്ച് അങ്ങോട്ട് ചവിട്ടാൻ പോകുക, തിരിച്ച് ഏരിയയിലോട്ട്. എന്തായാലും തിരിച്ചുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് നമുക്ക് ക്യാമറ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഈ റൂട്ടായതുകൊണ്ട്, ചങ്ങനാശ്ശേരി ആലപ്പുഴയിലോട്ട് പോകുന്ന റൂട്ടായതുകൊണ്ട് സ്ട്രെയിറ്റ് ഈ വെയിൽ കണ്ടമാനം നമ്മുടെ തലയിലോട്ട് അടിക്കും. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ഗോപ്രോയിലാണെങ്കിലും ഇപ്പം ക്യാമറ എടുത്താലാണേലും ഭയങ്കര ബ്ലേർഡ് ആയിരിക്കും വിഷൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന റൂട്ടിൽ ഞങ്ങൾ ക്യാമറ എടുക്കാമെന്ന് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത്രയും വരെ ഒന്ന് ചവിട്ടിക്കൊണ്ട് വന്നു. ഞങ്ങൾ ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വരെ വരാൻ പറ്റുമെന്ന്. പക്ഷേ എന്തായാലും ഇത്രയും വരെ ചവിട്ടാൻ പറ്റി. ദാറ്റ് ഈസ് ടോട്ടൽ ഒരു 25 to 30 കിലോമീറ്റേഴ്സ് വരെ ഇപ്പം ചവിട്ടി. ഈ നേരെ തിരിച്ചു പോവാം. ഒട്ടും സ്റ്റാമിന ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ വേറെ റൂട്ട് പിടിച്ചേക്കുക. അവിടെ ഫുള്ള് കൺസ്ട്രക്ഷനാണ് ആ ഒരു ഭാഗത്ത് മുഴുവൻ.
ഹായ് ഗൈസ്. സോ ഇപ്പം ഞാൻ ശരിക്കും എൻ്റെ തലയിലാണ് ഗോപ്രോ വെച്ചേക്കുന്നത്. ഇത്രയും നേരം എൻ്റെ അനിയൻ്റെ തലയിലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ തലയിലോട്ട് വെച്ചു. അപ്പോൾ ഗൈസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഞായറാഴ്ചയാണ്, ഇന്നൊരു ലോക്ക്ഡൗൺ ഒക്കെയാണ്, സെമി ലോക്ക്ഡൗൺ. പക്ഷേ എന്നിട്ടും വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു സൈക്കിൾ റൈഡാണെന്ന് പറഞ്ഞൊന്ന് ഇറങ്ങിയതാണ്. ബിക്കോസ് ഈ റൂട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പീക്ക് അവേഴ്സിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് ദ റീസൺ ഇസ് ദാറ്റ് ഭയങ്കര ട്രാഫിക് ഉള്ളൊരു റൂട്ടാണ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഇഷ്ടം പോലെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ശരിക്കും ജസ്റ്റ് ഒരു സൈക്കിൾ റൈഡ്, ഒന്നും പ്ലാൻ ചെയ്യാതെ ഒരു രീതിയിലാണ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. എങ്ങനെ സിറ്റുവേഷനൊക്കെ ഇരിക്കുമെന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും പോലീസൊക്കെ ഇവിടെ ഭയങ്കര ചെക്കിങ്ങാണ്. അപ്പം ഓരോ വണ്ടികളെയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടേ അവർ വിടത്തുള്ളൂ. സോ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഈ ലോക്ക്ഡൗണിൽ നമുക്ക് ചവിട്ടാൻ ഭയങ്കര ഒരു സുഖമുള്ള ഒരു ടൈമാണ്. പ്രത്യേകിച്ച് ട്രാഫിക് ഒന്നുമില്ല ഈ റൂട്ട്. അല്ലെങ്കിൽ ഈ റൂട്ട് ഭയങ്കര ട്രാഫിക്കുള്ള ഒരു റൂട്ടാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അധികം വണ്ടികളൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്കാണെങ്കിലും ചവിട്ടാൻ ഭയങ്കര സുഖമാണ്. മിക്കവാറും ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഈ റൂട്ട് ഭയങ്കര ട്രാഫിക്കുള്ളൊരു റൂട്ടാണ്. ഇപ്പോൾ എന്തായാലും അധികം വണ്ടികളും ഇല്ല. അതുകൊണ്ട് സൈക്ലിസ്റ്റിന്, പ്രത്യേകിച്ച് 2 വീലേഴ്സും സൈക്ലിസ്റ്റിനും ഒക്കെ പോകാൻ അത്യാവശ്യം നല്ലൊരു സമയമായത്. പിന്നെ ഇവിടെയൊക്കെ ധാരാളം ചെക്കിങ്സ് ഒക്കെ ഉണ്ട്. പോലീസ് ഓഫീസേഴ്സൊക്കെ ആണെങ്കിലും ചെക്ക് പോസ്റ്റൊക്കെ നിർത്തി അവർ വണ്ടികളൊക്കെ പരിശോധിക്കുന്നുണ്ട് സൈഡിലൊക്കെ. പിന്നെ ഇവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ടിൽ കൂടെ ഇപ്പം നല്ലൊരു സമയമാണ്. പ്രത്യേകിച്ചൊരു 5 മണിയൊക്കെ അടുക്കാറാവുന്ന ഒരു ടൈം. അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയത് കാണാൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി അവിടെ കാണാൻ. പ്രത്യേകിച്ച് ഇന്ന് ആൾക്കാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ സൈക്കിൾ ആയതുകൊണ്ട് ഒരു ചെറിയ കുടുക്ക് വഴി കൂടെ ഒക്കെയാണ് പോകുന്നത്. അതാ അവിടുത്തെ മെയിൻ റോഡ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി ആലപ്പുഴ മെയിൻ റൂട്ട് അത്. ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ റോഡിൽ കൂടെ സൈക്കിൾ ഓടിച്ച് പോകുന്നതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്നത്. നമ്മൾ ശരിക്കും വണ്ടികളൊക്കെ പോകുമ്പോൾ നല്ല സുഖിച്ചായിരിക്കും ഈ റൂട്ടിൽ കൂടെ പോകുന്നത്. പക്ഷേ സൈക്കിൾ ഓടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആയ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ അനിയൻ എന്നെക്കാട്ടിലും സ്പീഡിലാണ് പോകുന്നത്. അവനൊന്നും കൂടെ എക്സ്പീരിയൻസിലാണ് സൈക്കിൾ ഓടിച്ച്. എനിക്ക് പിന്നെ അത്രയ്ക്ക് സ്റ്റാമിന ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പതുക്കെ ഈ ഒരു സ്പീഡിലേ പോകാൻ പറ്റത്തുള്ളൂ. കണ്ട ഗൈസ്, പിന്നെ ഇവിടെ എല്ലാം കൺസ്ട്രക്ഷനും കൊണ്ട് നിറഞ്ഞിരിക്കുക. ഈ സൈഡെല്ലാം ഒരു കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പണ്ടത്തെ പോലെ ഈ റൂട്ടിൽ കൂടെ ആ ഒരു പോകുന്നതിൻ്റെ ഒരു സുഖം ഇപ്പം കിട്ടത്തില്ല. ഇനി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പം നേരെ ആവുമായിരിക്കും ഈ റൂട്ട്. ഇപ്പം എല്ലാം സ്ലാബ്സ് എല്ലാം അവർ കോൺക്രീറ്റൊക്കെ ഇറക്കി അവർ സൈഡെല്ലാം കെട്ടി. എനിക്കൊന്ന് റോഡിൻ്റെ വീതി കൂട്ടാൻ വേണ്ടിയായിരിക്കും ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. റോഡെല്ലാം നമുക്ക് ബ്രേക്ക് പിടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ബ്രേക്ക് പിടിക്കുന്ന റോഡെല്ലാം ഒരു ഓഫ് റോഡ് മാത്രമേ ആയിട്ടുണ്ട് ഫുള്ള്.
ഓക്കെ ഗൈസ്, അങ്ങനെ ആദ്യമായിട്ട് സൈക്കിളും കൊണ്ട് 2 വണ്ടികളെ ഓവർടേക്ക് ചെയ്തു. എന്തായാലും ആ രണ്ടാമത്തെ വണ്ടി കേടായതുകൊണ്ട് വലിച്ചുകൊണ്ട് പോവാ. ഇത് ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള റോഡ് നിങ്ങൾക്ക് കാണാവുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ബസ്, ലോറി എല്ലാം ഇവിടെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും നമുക്ക് ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ പിന്നെ ധാരാളം പോലീസുകാരൊക്കെ പാട്രോൾ ചെയ്യുന്നുണ്ട്, നമുക്കത് കാണാം. ഇവിടെ പോലീസ് വണ്ടി പോകുന്നുണ്ട്. അവർ ഈ പ്രത്യേകിച്ച് ആൾക്കാർ കൂട്ടം കൂടുന്നുണ്ടോ എന്ന് നോക്കി നടക്കുക. കൂട്ടം കൂടുന്ന ആൾക്കാരുണ്ട്, അവരവിടെ നിർത്തി അവരെല്ലാവരെയും സെപ്പറേറ്റ് ചെയ്യും. തിരിച്ച് മടങ്ങിപ്പോകാനേ പറയത്തുള്ളൂ. ബിക്കോസ് എല്ലാത്തിനും ഇപ്പം പ്രോട്ടോക്കോൾസ് ഒക്കെ ഇല്ല. അപ്പം സ്ട്രിക്റ്റായിട്ട് കോവിഡ് പ്രോട്ടോക്കോൾസ് പാലിക്കുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് വീണ്ടും പിന്നെ 2 വണ്ടികൾ തോപ്പിച്ചു. അനിയന് പിന്നെ നല്ല സ്റ്റാമിന ഉള്ളതുകൊണ്ട് അവൻ എന്നെക്കാട്ടിലും മുമ്പിലാണ് പോകുന്നത്. ഭയങ്കര സ്പീഡിലാണ് അവൻ ചവിട്ടുന്നത്. വീണ്ടും എന്നെ ഓവർടേക്ക് ചെയ്തു. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒന്ന് സൈക്കിൾ ചവിട്ടുന്നത്. ഇത്രയും കിലോമീറ്റർ പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ ആകെ ഞാനൊരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ചവിട്ടത്തുള്ളൂ നോർമലി. പക്ഷേ ഇത്രയും ആദ്യമായിട്ടാണ് ചവിട്ടുന്നത്. ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അതാ JCB ഒക്കെ ഇവിടെ ഇറക്കിയേക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഇവിടെ എല്ലാം റോഡിൻ്റെ വീതി കൂട്ടാൻ വേണ്ടിയാണ് ഈ ബ്രിഡ്ജിൻ്റെ ഇവർ ശ്രമിക്കുന്നത്. പിന്നെ ട്രാഫിക്കൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഇതിലേക്കൂടെ സൈക്കിൾ ചവിട്ടാൻ നല്ല ബെസ്റ്റാണ്. പിന്നെ പീക്ക് ടൈംസ് ഒക്കെ ആകുമ്പോൾ, വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആകുമ്പോൾ ഇവിടെ നിറച്ചും ട്രാഫിക്കാണ്. ഇവിടെ എല്ലാം വണ്ടികൾ നിർത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വീണ്ടും വീഡിയോസ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ലീവ് എ കമൻറ്റ് ഇൻ ദി കമൻറ്റ് ബോക്സ്. ഒരു കമൻറ്റ് ഇടുക. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ സൈക്കിള് GoPro പിടിപ്പിച്ചുകൊണ്ട് പോകുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഹെഡിൽ ബക്കിൾ വെച്ചിട്ടാണ് ഞാൻ ഈ ക്യാമറ, ഈ ഷോട്ട്സൊക്കെ ഞാൻ എടുക്കുന്നത്. എന്തായാലും സൈക്കിളിലായതുകൊണ്ട് സ്ലോ ആയിട്ട് പോയി ഓരോ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും ചവിട്ടിയ സ്ഥിതിക്ക് ഇപ്പോൾ തന്നെ ഞങ്ങളെല്ലാം കൂടെ ചവിട്ടിയത് 30 കിലോമീറ്റേഴ്സ് ഇങ്ങോട്ട്. ഇനി അടുത്ത 30 കിലോമീറ്റേഴ്സ് ബാക്ക് ഹോം. ആൻഡ് ഫൈനലി അവൻ്റെ കൂടെ ഞാൻ എത്തിയേക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? പൊതുവെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും ചവിട്ടിയ ഫസ്റ്റ് ടൈം അല്ലേ ഇത്രയും ചവിട്ടുന്നത്? അതെ അതെ അതെ, ഇത്രയും ചവിട്ടി കഴിയുമ്പോൾ എൻ്റെ കാലിന് ഒരു തീരുമാനം ആവുമെന്ന്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും. ഞങ്ങളൊരു 30 കിലോമീറ്റേഴ്സ് എടുത്ത് ചവിട്ടുന്ന ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ നിന്ന്. 30 + 30 അതിന് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ 60 ആയിക്കോളും. ഫസ്റ്റ് ടൈം. എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സൈക്കിൾ റൈഡ്. ഇപ്പോൾ ഒരു ഏകദേശം സമയം ഒരു 5-5:30 ആയി. അപ്പം ആൾക്കാരൊക്കെ ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. So guys, finally we have reached towards the end of this video. Hope you have enjoyed this video. If you have enjoyed this video, feel free to like, share and subscribe. And smash the bell icon next to it too, so that whenever I upload new videos, you will be notified in future. So we'll meet again next time in another video with a fresh topic, fresh place. Till then, bye, take care, See you.